ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് ലൈംഗികാധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ബോബി ചെമ്മണ്ണൂർ നടിക്കെതിരെ നിരന്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടിയെ അധിക്ഷേപിക്കുക എന്ന ഉദ്ദേശത്തോടെയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത് 2 വകുപ്പുകളാണ്. വിവരങ്ങളുമായി SS ശരൺ ചേരുന്നു. ശരൺ, ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഉള്ളത് കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശ്രുതി, ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ തന്നെയാണ് കുറ്റപത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും സംസ്ഥാനത്തെ ഒരു പ്രമുഖ വ്യവസായിയിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു നടി വലിയ നിയമ പോരാട്ടത്തിന് തയ്യാറെടുത്തിരുന്നത്, പിന്നീട് ആ നിയമ പോരാട്ടം നടത്തുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. അതായത് നടിയുടെ പരാതിയിലാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ സെൻട്രൽ പോലീസ് കേസ് എടുത്തിരുന്നത്. പിന്നീടുള്ള പോലീസ് നടപടികളൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നതാണ്. അതായത് തുടക്കത്തിൽ ഈ നടി പേര് പരാമർശിക്കാതെ തനിക്ക് ഒരാളിൽ നിന്ന് നിരന്തരം ദുരനുഭവം ഉണ്ടാകുന്നു, തന്നെ ഒരാൾ നിരന്തരം അധിക്ഷേപിക്കുന്നുവെന്ന് ഒരു സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇടുന്നു. അതിന് പിന്നാലെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് താൻ നിയമ പോരാട്ടത്തിലേക്ക് പോകുന്നുവെന്ന് അറിയിക്കുന്നു. അതിനുശേഷം സെൻട്രൽ പോലീസിൽ പരാതി നൽകുന്നു. അതായത് ഒരു ദിവസം വൈകിട്ട് 5 മണിക്ക് സെൻട്രൽ പോലീസിൽ പരാതി നൽകിയപ്പോൾ 2 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നതാണ്. ആ ഒരു കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സെൻട്രൽ പോലീസ് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ ബോബി ചെമ്മണ്ണൂർ പറയാൻ ശ്രമിക്കുന്നത് താൻ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയിട്ടില്ല, പുരാണത്തിലെ ഒരു കഥാപാത്രത്തെ ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തതെന്നുള്ളതാണ്. അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി ഒരു ഘട്ടത്തിലും നടിയെ അപമാനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയില്ല എന്നുള്ളതാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. പക്ഷേ അത് പൂർണ്ണമായും തെറ്റാണ് എന്നുള്ളതാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. അതായത് നിരന്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന ആളാണ് ബോബി ചെമ്മണ്ണൂർ എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. അങ്ങനെ ആ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയതൊക്കെ തന്നെ നടിയെ അപമാനിക്കുക അല്ലെങ്കിൽ അധിക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഒരു നടിക്ക് മാത്രമല്ല മറ്റ് പലർക്കും ഇയാളിൽ നിന്ന് ദുരനുഭവം നേരിടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ സമൂഹ മാധ്യമങ്ങളുടെ പലർക്കുമെതിരെ ബോബി ചെമ്മണ്ണൂർ നടത്തിയ ലൈംഗിക അധിക്ഷേപത്തിന്റെ തെളിവുകളും ഈ കുറ്റപത്രത്തിന് ഒപ്പമുണ്ടെന്നുള്ളതും പ്രധാനമാണ്. ഇതോടൊപ്പം തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ 2 പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. BNS 75, 79 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിൽ 75 വകുപ്പ് നമുക്കറിയാം ലൈംഗിക അതിക്രമ വകുപ്പാണ്. ഇതിന് പുറമെയാണ് പിന്തുടർന്ന് ശല്യം ചെയ്തതിന് സ്റ്റോക്കിങ്ങിന് BNS 79 കൂടി ചുമത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഇനി ഈ വിചാരണ വേളയിൽ ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത് നേരത്തെ പലപ്പോഴായിട്ട് അഭിമുഖങ്ങൾ നൽകിയിരുന്നു. സമൂഹ മാധ്യമങ്ങളും അല്ല യൂട്യൂബ് ചാനൽ വഴിയൊക്കെ തന്നെ ബോബി ചെമ്മണ്ണൂർ അഭിമുഖങ്ങൾ നൽകിയിരുന്നു. അങ്ങനെ അഭിമുഖങ്ങൾ നൽകുന്ന സമയത്ത് പലർക്കെതിരെയും ലൈംഗിക അധിക്ഷേപം നടത്തുന്ന ആ മോശപ്പെട്ട പരാമർശങ്ങളൊക്കെ തന്നെ അതിന്റെ വീഡിയോ ക്ലിപ്പുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ തന്നെ നടിയുടെ വിശദമായ രഹസ്യമൊഴി നേരത്തെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. തനിക്ക് ഏതൊക്കെ നിലയിലുള്ള ദുരനുഭവമാണ് ഇയാളിൽ നിന്ന് നേരിട്ടതെന്ന് സംബന്ധിച്ചുള്ള രഹസ്യമൊഴിയുണ്ട്. പുറമെ തന്നെ സാക്ഷി മൊഴികളും വച്ചുകൊണ്ടുള്ള ഒരു കുറ്റപത്രമാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ശരൺ പറഞ്ഞ പോലെ ഈ നടിക്കെതിരെ മാത്രമല്ല മറ്റു പലർക്കുമെതിരെ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അടങ്ങിയ വീഡിയോ ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നടപടികളൊക്കെ ഇനി കടുക്കുമല്ലേ ശരൺ? വെങ്കടേഷ്, എന്തായാലും അതിൽ ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും അന്വേഷണ സംഘം പരമാവധി തെളിവുകൾ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് പിന്നാലെ തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായും ജാമ്യാപേക്ഷ ബോബി ചെമ്മണ്ണൂർ കോടതികൾ ജാമ്യാപേക്ഷ സമർപ്പിച്ചുകൊണ്ട് പല വാദമുഖങ്ങളും മുന്നോട്ട് വെച്ചപ്പോൾ അന്ന് തന്നെ തെളിവുകൾ നിരത്തി അതിനെ ഖണ്ഡിക്കാനുള്ള ശ്രമങ്ങളാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട പരമാവധി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു നടിക്ക് മാത്രമല്ല മറ്റ് പലർക്കും ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെയാണ് ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ കുറെ കാലമായിട്ട് അയാൾ നടത്തിയിരുന്ന ആക്ടിവിറ്റീസ് സംബന്ധിച്ചുള്ള വീഡിയോ ക്ലിപ്പുകളും അത് സംബന്ധിച്ചുള്ള തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അങ്ങനെ പരമാവധി തെളിവുകൾ ഉൾപ്പെടുത്തിയുള്ള കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിച്ചതെന്നുള്ളതാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത്. അതായത് ശരൺ, ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടിയെ അധിക്ഷേപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് കുറ്റപത്രത്തിൽ. ഒപ്പം ഈ ലൈംഗികാധിക്ഷേപത്തിന് പുറമെ പിന്തുടർന്ന് ശല്യം ചെയ്തതിന്റെ വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലേ ഇതിൽ? തുടക്കത്തിൽ ഒരു വകുപ്പ് മാത്രമാണ് ശ്രുതി ഇതിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരുന്നത്. അത് BNS 75 ആണ്. അത് ലൈംഗിക അതിക്രമമാണ്. അങ്ങനെ ലൈംഗിക അധിക്ഷേപത്തിന് ആ ഒരു വകുപ്പ് ഉൾപ്പെടുത്തിയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് എടുത്തിരുന്നത്. അതിന് പിന്നാലെയാണ്
രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. അങ്ങനെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് തന്നെ ഇയാൾ നിരന്തരം പിന്തുടർന്ന് ശല്യപ്പെടുത്തിയിരുന്നു എന്നുള്ള വിവരം കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പിന്നീട് BNS 79 കൂടി ഉൾപ്പെടുത്താമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരുന്നത്. അതിൽ പ്രധാനമായും ഈ സമൂഹ മാധ്യമങ്ങളുടെ നേരത്തെ ഒരു പരിപാടിക്കിടയിൽ തനിക്ക് ദുരനുഭവം ഉണ്ടാകുന്നു, ഇയാൾ ഇത്തരത്തിൽ മോശപ്പെട്ട പരാമർശം നടത്തുന്നു എന്നുള്ളതാണ് നടി പരാതിയായി ഉന്നയിച്ചിരുന്നത്. ഇതിന് പുറമെ തന്നെ ആ പരിപാടിക്ക് ശേഷം നിരന്തരമായിട്ട് സമൂഹ മാധ്യമങ്ങളുടെ തന്നെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയിരുന്നു, അങ്ങനെ സ്റ്റോക്കിംഗ് നടത്തിയിരുന്നു എന്നുള്ളതാണ് ഈ രഹസ്യമൊഴിയിൽ പറയുകയും ചെയ്തിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പിന്നീട് BNS 79 കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. അതിൽ ഒന്ന് നോൺ ബെയിലബിൾ ആയിട്ടുള്ള വകുപ്പായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാതെ റിമാൻഡിൽ പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. 5 ദിവസത്തോളം ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കിടന്നതും നമ്മൾ കണ്ടിരുന്നതാണ്. എന്നാലും വളരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഉള്ളത്. ലൈംഗിക അധിക്ഷേപ കേസിലാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ നടിക്കെതിരെ നിരന്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയെന്നും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടിയെ അധിക്ഷേപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത് 2 വകുപ്പുകളാണ്. വിവരങ്ങളാണ് SS ശരൺ നൽകിയത്.